Hello, children. Today, let us do the second part of our lesson, that is Glimpses of India. The name of the part is Coorg. Okay, Coorg വന്ന് കർണാടകയിലെ ഒരു district ആണ്. Very beautiful place. Let us see what the writer has to talk about it. Coorg is coffee country, famous for its rainforests and spices. അപ്പം ഇവിടെ കാര്യമായിട്ടും റെയിൻ ഫോറസ്റ്റ് ഉണ്ടാവുക ആൻഡ് ഇറ്റ് ഗ്രോസ് ആമ്പിൾ കോഫി ആൻഡ് സ്പൈസസ്. Midway between Mysore and the coastal town of Mangalore sits a piece of heaven that must have drifted from the kingdom of God. ഇപ്പോൾ റൈറ്റർ വന്ന് ഡയറക്ട്ലി ഹീസ് കമ്പയറിങ് കൂർഗ് വിത്ത് ആസ് എ പീസ് ഓഫ് ഹെവൻ മീൻസ് ഗോഡിൻ്റെ കിങ്ഡം ഇസ് ഹെവൻ ഫ്രം ദാറ്റ് വൺ പീസ് ഓഫ് ലാൻഡ് ഹാസ് ഡ്രിഫ്റ്റഡ് സ്ലോലി ടുവേർഡ്സ് ഹിയർ ആൻഡ് ദാറ്റ് പ്ലേസ് കൂർഗ് ഹീ ഈസ് കോളിംഗ് ആസ് എ പീസ് ഓഫ് ഹെവൻ. This land of rolling hills is inhabited by a proud race of martial men, beautiful women and wild creatures. അപ്പോൾ ഈ സ്ഥലത്ത് ഇൻഹാബിറ്റൻസ് ആരാണ്? മാർഷ്യൽ മെൻ ആണ്. ഫൈറ്റിങ്ങും മാർഷ്യൽ ആർട്സിൽ ഭയങ്കര കഴിവ് നേടിയ ആൾക്കാർ. ആ കമ്മ്യൂണിറ്റി അങ്ങനത്തെ കമ്മ്യൂണിറ്റിയാണ്. ബ്യൂട്ടിഫുൾ വുമൻ ആൻഡ് വൈൽഡ് ക്രീച്ചേഴ്സ്. Coorg or Kodagu, the smallest district of Karnataka, is home to evergreen rainforests and coffee plantations. അപ്പം കൂർഗ് ഓർ കൊഡാഗു ഇസ് എ നേറ്റീവ് നെയിം. ദ ബ്രിട്ടീഷേഴ്സ് ചേഞ്ച് ദ നെയിം. കൊഡാഗുവിൻ്റെ പേര് ബ്രിട്ടീഷേഴ്സാണ് കൂർഗ് എന്നാക്കിയത്. ആൻഡ് ഇത് വന്നൊരു ചെറിയ ഡിസ്ട്രിക്റ്റ് ആണ് കർണാടകയിൽ, വിച്ച് ഈസ് എ ഹോം ഫോർ മെനി എവർഗ്രീൻ ഫോറസ്റ്റ്, സ്പൈസസ് ആൻഡ് കോഫി പ്ലാന്റേഷൻസ്. Evergreen rainforests cover 30% of this district. During the monsoons, it pours enough to keep many visitors away. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല മഴയാണ്, അപ്പോൾ കുറേ വിസിറ്റേഴ്സൊന്നും ആ സമയത്ത് ഇവിടേക്ക് വരാറില്ല. ദ സീസൺ ഓഫ് ജോയ് കമൻസസ് ഫ്രം സെപ്റ്റംബർ ആൻഡ് കണ്ടിന്യൂസ് ടിൽ മാർച്ച്. അപ്പോൾ സെപ്റ്റംബർ ടു മാർച്ചാണ് ഇവിടെ ടൂറിസം ഭയങ്കര പീക്കിലുണ്ടാവുക. ദ വെദർ ഇസ് പെർഫെക്റ്റ് വിത്ത് സം ഷവേഴ്സ് ത്രോൺ ഇൻ ഫോർ ഗുഡ് മെഷർ. അപ്പോൾ ആ സമയത്താണ് വെദർ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. പക്ഷേ ആവശ്യത്തിനുള്ള ഷവേഴ്സ് ഉണ്ടാവും. ഷവേഴ്സ് മീൻസ് റെയിൻ. ആവശ്യത്തിലുള്ള റെയിനും ഉണ്ടാവും. The air breathes of invigorating coffee. Invigorating means നമ്മളിൽ ഒരു എനർജിയും ഒരു ഹെൽത്തും നിറയ്ക്കുന്ന ഒരു സ്മെല്ലുണ്ട്, ആ കോഫീൻ്റെ സ്മെൽ. Coffee estates and colonial bungalows stand tucked under tree canopies in prime corners. Canopies എന്താണ്? നമ്മൾ ഈ ഫോറസ്റ്റിലൊക്കെ കാണുമ്പം എല്ലാ ട്രീ വന്ന് ഗ്രീൻ കളറായിട്ട് മേലെ കാണുമല്ലോ, ട്രീൻ്റെ ഭാഗം ഒരു റൂഫിൻ്റെ മാതിരി ഉണ്ടാവും. അപ്പോൾ അതിനെ പറയാം കനോപ്പി. അപ്പോൾ ഈ ഏരിയയിൽ കാര്യമായിട്ട് നമുക്ക് കാണുന്നത് കൊളോണിയൽ ബിൽഡിങ്സ് ബ്രിട്ടീഷ് കാലത്തിൽ ഉണ്ടായ ബംഗ്ലോസും പിന്നെ ഒരു ട്രീ സ്റ്റക്ഡ് അണ്ടർ ട്രീ കനോപ്പീസ്. അത്ര ട്രീ കനോപ്പീസിൻ്റെ അടിയിൽ ഇത്ര വലിയ വലിയ ബംഗ്ലോസും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കൂർഗ്. The fiercely independent people of Coorg are possibly of Greek or Arab descent. അപ്പോൾ ഈ കൂർഗിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ലെസന് നമ്മളൊരു ട്രഡീഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇപ്പോഴും അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റിൽ ചോദിക്കും അത് ആവശ്യമാണോ, ഈ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത് ആവശ്യമാണോ. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടൊരു ആൻസർ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. Okay, now we are talking about this people of Coorg, and the author is saying that they are probably of Greek or Arabic descent. Okay, as one story goes, a part of Alexander's army moved south along the coast and settled here when return became impractical. അപ്പോൾ അലക്സാണ്ടർ വന്നൊരു ഗ്രീക്ക് രാജാവായിരുന്നു. ഹി വാസ് അറ്റ് ദ വെരി യങ് ഏജ് ഹി വൺ സോ മെനി ലാൻഡ് ആൻഡ് ഹി ഹാഡ് ബിൽറ്റ് എ വെരി ഹ്യൂജ് എംപയർ. അപ്പോൾ ഈ അലക്സാണ്ടറിൻ്റെ ആർമി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ കോസ്റ്റിലൂടെ, ഇന്ത്യൻ്റെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഈ സ്ഥലത്തേക്ക് എത്തി. തിരിച്ചു പോകാൻ കഴിയാതായി അവർ അവിടെ തന്നെ സെറ്റിലായി. അപ്പോൾ ആ ഗ്രീക്ക് ഡിസെൻറ്റ് അങ്ങനെ ആയിരിക്കും നമുക്ക് മനസ്സിലാവേണ്ടത്. These people married amongst the locals and their culture is apparent in the martial traditions, marriage and religious rites which are distinct from the Hindu mainstream. അപ്പോൾ ഈ ആൾക്കാർ ഇവിടെ സെറ്റിലായ ആൾക്കാർ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൂടെ തന്നെ മാരേജും ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വന്ന്. അപ്പോൾ അവരുടെ സിസ്റ്റം തന്നെ വേറെ. ഇപ്പോൾ സാധാ ഹിന്ദു ട്രഡീഷനേക്കാളും മാറ്റമുണ്ട് ഇവരുടെ ട്രഡീഷൻസ്, മാരേജ് നടത്തുന്ന രീതിയിലും അവർ വർഷിപ്പ് ചെയ്യുന്ന ട്രഡീഷൻസിലും ഒക്കെ മാറ്റമുണ്ട്. അപ്പോൾ the theory of Arab origin draws support from the long black coat. ഇപ്പോൾ തിയറി ഓഫ് അറബ് ഒറിജിൻ പറയാൻ കാരണം എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ് ദേ ആർ എ ഡിസെൻഡൻറ്റ് ഓഫ് ഗ്രീക്ക് ആൻഡ് അറബ് ഒറിജിൻ.
ഇപ്പോൾ ഗ്രീക്ക് ഒറിജിൻ പറഞ്ഞത് അലക്സാണ്ടർ വഴി. ഇനി അറബ് ഒറിജിൻ പറയാൻ കാരണം എന്താണ്? ബിക്കോസ് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മൾ നോക്കിയാൽ ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു കേർഡിഷ് ലുക്കാണ്. അപ്പോൾ ഒരു കേർഡിഷ് ട്രഡീഷണൽ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ കൊഡാവാൻ്റെ ആൾക്കാർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് മേ ബി ദേ ഹാവ് ആൻ അറബ് ഡിസെൻഡൻസി ഓൾസോ എന്ന് നമ്മൾ ഊഹിക്കുകയാണ്. A black coat with an embroidered waist belt worn by the Kodavas known as the kupiya. അപ്പോൾ ആ ഡ്രസ്സിനെ കുപ്പിയ എന്നാണ് പറയുക. ഇറ്റ് റിസെമ്പിൾസ് ദ കുഫിയ വേൺ ബൈ ദ അറബ്സ് ആൻഡ് ദ കേർഡ്സ്. അപ്പോൾ ഈ കേർഡ്സ് ഇടുന്ന കുഫിയാൻ്റെ മാതിരി തന്നെയാണ് ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിന് അവർ പറയുന്നത് പേര് കുപ്പിയ, അതും സിമിലർ ആവുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദേ ആർ ഓൾസോ ഹാവിങ് Arabs as their ancestors. Coorgi homes have a tradition of hospitality, and they are more than willing to recount numerous tales of valor related to their sons and fathers. അപ്പോൾ ഈ കുർഗി ആൾക്കാർ വന്ന് ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്ന ആൾക്കാരാണ്. ഹോസ്പിറ്റാലിറ്റി മീൻസ് നല്ല സൽക്കരിക്കാനും അവിടെ എത്തിയ ആൾക്കാരെ നല്ല നോക്കാനും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ മുന്നിൽ വന്ന് നിൽക്കാനൊക്കെ അത്രയും ഹോസ്പിറ്റാലിറ്റിയാണ് ഇവരുടെ ട്രഡീഷനിലുള്ളത്. പിന്നെ അവരുടെ കഥകൾ കേട്ടാൽ കുറേ വീരശൂര കഥകൾ അവർക്ക് പറയാനുണ്ട് അബൌട്ട് ദിയർ സൺസ് ആൻഡ് ഫാദേഴ്സ് ആൻഡ് ഓൾ. The Coorg regiment is one of the most decorated in the Indian army, and the first chief of the Indian army, General Cariappa, was a Coorgi. അപ്പോൾ ഈ കൂർഗ് റെജിമെൻറ്റ് വന്ന് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വീരശൂരന്മാരാണ്, ഭയങ്കര ധൈര്യശാലി ആൾക്കാരാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് നമ്മൾ ആർമീൻ്റെ റെജിമെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കൂർഗ് റെജിമെൻറ്റ് വന്ന് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡെക്കറേറ്റഡ് മീൻസ് ഹാവിങ് റിസീവ് ദ മാക്സിമം നമ്പർ ഓഫ് അവാർഡ്സ് ഫോർ ബ്രേവറി ഇൻ വാർ. അപ്പോൾ അത്രയും ബ്രേവറി അവാർഡ്സ് ഒക്കെ നേടിയ ഒരു റെജിമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി ജനറൽ കറിയപ്പ വന്ന് ഒരു കൂർഗി ആയിരുന്നു. Even now, Kodavas are the only people in India permitted to carry firearms without a license. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. നമ്മളെ കൺട്രിയിൽ ഫയർ ആംസ് ഒരു ഗണ്ണോ റൈഫലോ ഒക്കെ ക്യാരി ചെയ്യണമെങ്കിൽ നമുക്കൊരു ലൈസൻസ് ഉണ്ടായാലേ അത് പറ്റുള്ളൂ. ഗവൺമെൻറ് എത്തുന്ന ലൈസൻസ് കിട്ടാതെ നമ്മൾ ആ ഗൺ ക്യാരി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കൂർഗി ഈ കൊഡവാസ് വന്ന് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. ആ കർണാടക ഡിസ്ട്രിക്റ്റിൽ ഒരു 3.4 to 4 lakh പീപ്പിൾ ഉണ്ടാവും. അവർക്ക് വന്ന് ഈ ലൈസൻസിൻ്റെ ആവശ്യമില്ല. ദേ ക്യാൻ ക്യാരി ഫയർ ആംസ്. ആ ഫയർ ആംസ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ എല്ലാ ട്രഡീഷൻസിലും അവർ ഈ ഫയർ ആംസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചാലോ ഒരു 2 റൗണ്ട് ഓഫ് ഫയർ ആംസ് ഒരു ഷൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും ഡെത്ത് ആയാലും ഒരു മെയിലിൻ്റെ ഡെത്ത് ആണെങ്കിൽ 2 റൗണ്ട്സ് ഓഫ് ഷൂട്ടിങ്, ഒരു ഫീമെയിലിൻ്റെ ഡെത്ത് ആണെങ്കിൽ 1 റൗണ്ട് ഓഫ് ഷൂട്ടിങ്. അപ്പോൾ അവർ എല്ലാ കാര്യത്തിനും അവർക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്. എവിടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിൽ ഒരു കംപ്ലീറ്റ് ആവുന്നത് റൈഫിൾ ക്യാരി ചെയ്താലാണ്. അവർ ആംസിനെ പൂജിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ട്രഡീഷനിൽ വലിയ കാര്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ആംസ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്ന് ഇത് ഫസ്റ്റ് തുടങ്ങി വെച്ചത് ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ബ്രിട്ടീഷേഴ്സിന് ഈ കൊഡോവ പീപ്പിൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടിപ്പു സുൽത്താനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ഒരു ബോണസ് ആയിട്ടാണ് ബ്രിട്ടീഷേഴ്സ് തുടങ്ങി വെച്ചതാണ്. ഓക്കെ, ഈ ആൾക്കാർ ആംസ് ദേ ക്യാൻ ക്യാരി വിത്തൗട്ട് എനി ലൈസൻസ്. പിന്നെ ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്തപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റും അവർക്ക് ആ ഒരു ട്രഡീഷണലിനെ ബഹുമാനിച്ചിട്ട് അവർക്ക് ആ ഫ്രീഡം കൊടുത്തു. ഓക്കെ, വിത്തൗട്ട് ഒരു എക്സംഷൻ ആണ്, നിങ്ങൾക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് നോക്കുകയാണെങ്കിൽ 2029 വരെ അവർക്ക് എക്സംഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ അല്ല, ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ ഈ ലേറ്റസ്റ്റ് അവർക്ക് 2029 വരെ ആ എക്സംഷൻ ഉണ്ട്. ദേ ക്യാൻ ക്യാരി ആംസ് വിത്തൗട്ട് എനി ലൈസൻസ്. The river Kaveri obtains its water from the hills and forests of Coorg. ഈ റിവർ കാവേരിക്ക് കിട്ടുന്ന വാട്ടർ ഇസ് ഫ്രം ദ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് കൂർഗ്. Mahasir, a large freshwater fish, abound in these waters. Kingfishers dive for their catch, while squirrels and langurs drop partially eaten fruit for the mischief of enjoying the splash and the ripple effect in the clear water. Elephants enjoy being bathed and scrubbed in the river by their mahouts.
അപ്പോൾ ഇത് അവിടുത്തെ ഒരു വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടും ഒരു പിക്ചർ നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ എങ്ങനെ ഒരു മഹാസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഷ് വാട്ടർ ഫിഷസ് അവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ കിങ് ഫിഷേഴ്സിനെ കാണാൻ പറ്റും. സ്ക്വിറിൽസ് ഉണ്ടാവും, ലങ്കൂർസ്. സ്ക്വിറിൽസും ലങ്കൂർസൊക്കെ എന്താണ് അവർ പകുതി കഴിച്ച ഫ്രൂട്ട്സ് വന്ന് ആ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒരു സ്പ്ലാഷും റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുകയാണെന്ന് പറയുന്നത്. പിന്നെ എലിഫൻസ് വന്ന് അവിടെ കുളിപ്പിക്കുന്ന ആ കാഴ്ച, അവരുടെ പാപ്പാമാർ മഹോട്ട്സ് ദേ ഗിവ് ദം ദ ബാത്ത്, അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് അവിടെ. The most laid-back individuals become converts to the life of high-energy adventure with river rafting, canoeing, rappelling, rock climbing and mountain trekking. ഇപ്പോൾ ഏറ്റവും ലേസി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും കൂർഗിലെത്തിയാൽ അത്രയും എനർജറ്റിക് ആയി പോകും. ബിക്കോസ് അവിടെ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ അഡ്വെഞ്ചറസ് സ്പോർട്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് യു ഹാവ് യുവർ കനോയിങ്, റാപ്പലിംഗ്, പിന്നെ യു ഹാവ് റോക്ക് ക്ലൈംബിങ്, മൗണ്ടൻ ബൈക്കിംഗ്, അങ്ങനെ ആ സ്പോർട്സ് ഒക്കെ അത്രയും അഡ്വെഞ്ചറസ് ആണ്. അപ്പോൾ എത്രയും ലേസി ആയിട്ട് മൂഡില്ല എന്ന് പറഞ്ഞ് അവിടെ എത്തുന്ന ആൾക്കാരും ഭയങ്കര ആക്റ്റീവായി പോകും. ന്യൂമറസ് വാക്കിംഗ് ട്രെയിൽസ് ഇൻ ദിസ് റീജിയൻ ആർ എ ഫേവറേറ്റ് വിത്ത് ട്രെക്കേഴ്സ്. അപ്പോൾ ഈ മൗണ്ടനിയസ് റീജിയൻസിൽ ട്രെക്കിങ്ങും വലിയ പ്രധാനമാണ്. Birds, bees and butterflies are there to give you company. Macaques, Malabar squirrels, langurs and slender lories keep a watchful eye from the tree canopy. I do, however, prefer to step aside for wild elephants. അപ്പോൾ ഇതിൽ പറയുന്ന കുറേ ആനിമൽസിൻ്റെ പേരും ഈ ആനിമൽസൊക്കെ അവിടെ നമുക്കും അവിടെ എത്തിപ്പെട്ടാൽ കാണാൻ സാധിക്കും. പിന്നെ ദ റൈറ്റർ ഈസ് സെയിങ് ഹി ലൈക്സ് ടു കീപ്പ് അസൈഡ് ഫ്രം വൈൽഡ് എലിഫൻറ്റ്സ്. The climb to the Brahmagiri hills brings you into a panoramic view of the entire misty landscape of Coorg. അപ്പോൾ ഈ ബ്രഹ്മഗിരി ഹിൽസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ബ്രഹ്മഗിരി ഹിൽസ് കർണാടകയിലുള്ള ഭാഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടെ കയറിയാൽ ഫുൾ ഒരു പാനോറമിക് വ്യൂ കിട്ടും ആ ഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ. A walk across the rope bridge leads to the 64-acre island of Nisargadama. നിസർഗധാമ എന്നൊരു ഡെൽറ്റ ടൈപ്പ് റീജിയൻ ആണ്. ഓക്കെ, അതിന് അവർ ഐലാൻഡ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ആ റോപ്പ് ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമ്മൾ എത്തുന്ന സ്ഥലം അവിടെ ഭയങ്കര ഡെവലപ്പ് ആയിട്ട് നല്ല ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ ആയിട്ട് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. റണ്ണിങ് ഇൻ ടു ബുദ്ധിസ്റ്റ് മോങ്സ് ഫ്രം ഇന്ത്യാസ് ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റിൽമെൻറ്റ് അറ്റ് നിയർ ബൈലാക്കൊപ്പ ഇസ് എ ബോണസ്. അപ്പോൾ ഇന്നൊരു സ്ഥലത്തിനെ പറ്റിയിട്ട് പറയാൻ ആ സ്ഥലം വന്ന് ബൈലാക്കുപ്പെ, അത് വന്ന് ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ആയിരുന്നു. അവിടെ എത്തിപ്പെട്ടാൻ കഴിഞ്ഞാൽ അത്രയും ഒരു ബോണസ് ആണെന്നാണ് പറയുന്നത്. The monks in red, ochre and yellow robes are amongst the many surprises that wait to be discovered by visitors searching for the heart and soul of India right here in Coorg. അപ്പം കൂർഗിനെ വന്ന ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ പറയുന്ന ആ കൂർഗിലേക്ക് നമ്മൾ എത്തി ഇങ്ങനത്തെ ഒരു മോങ്സിനൊക്കെ കണ്ടെത്തിയാൽ ഒരു അത്ര പ്രൈസ് ആണ് അങ്ങനത്തെ മോങ്സിനൊക്കെ കണ്ടെത്തിയിട്ട്. ആൻഡ് ദ റൈറ്റർ ഈസ് സെയിങ് ദാറ്റ് ദ കൂർഗ് ഇസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. അപ്പോൾ അത്രയും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ലെറ്റ് us see some important questions related to this. From whom have the inhabitants of Coorg descended as per the legend? അപ്പോൾ as per the legend means a story. A part of Alexander's army when retreating from India went south and settled in Coorg when they found that they could not return home. Then they married among the locals and their descendants are the Kodavas. How has the Coorgi tradition of courage and bravery recognized in modern India? The Coorgi tradition of courage and bravery has been recognized by awarding the Coorg regiment with the most number of gallantry awards. ഈ മാർഷൽ ആർമിയിൽ കിട്ടുന്ന അവാർഡ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കൂർഗി റെജിമെൻറ്റിനാണ്. ബിസൈഡ്സ് ദ കൂർഗീസ് ആർ ദ ഓൺലി ഇന്ത്യൻസ് allowed to carry firearms without a license. Okay, so these two proves how we recognize them as for their tradition of courage. പിന്നെ വൈൽഡ് ലൈഫ് ഓഫ് കൂർഗിനെ പറ്റി ചോദിച്ചാൽ യു ക്യാൻ മെൻഷൻ ദ നെയിംസ് ഓഫ് ആനിമൽസ് mentioned in the text. Describe any two tourist spots of Coorg. Nisargadama ഒന്ന് പഠിച്ചു, പിന്നെ ബ്രഹ്മഗിരി that you can mention. Describe Coorg's weather. When is it the most pleasant for the tourist? ആ സെപ്റ്റംബർ ടു മാർച്ച് സമയം അപ്പോഴാണ് അവിടെ നല്ല പെർഫെക്റ്റ് വെതറും അടിക്ക് ആവശ്യമുള്ള ഷവേഴ്സും ഉണ്ടാവും. Otherwise it is heavily raining there, which is not good for tourism.
Okay, this is that tradition based question. The Kurgis are the descendants of the Greeks or the Arabs and are still able to maintain their traditional practices. Do you agree that following these practices today is important? Why or why not? But it's an open ended question, you can write anything you want, but the expected answer from it is yes. From you is yes, you have to follow the tradition. So let us see how to answer. After reading the text, I feel that it is important to follow the traditional practices as it has kept the tradition of Coorgis known to the people even today. ഇപ്പോൾ അവരുടെ ട്രഡീഷണൽ പ്രാക്ടീസസ് വിട്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മളിപ്പോൾ ആ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇവർ ഇപ്പോഴും ആ ട്രഡീഷണൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ അവരുടെ പ്രാക്ടീസൊക്കെ നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റുന്നുണ്ട്. If the people of Coorg had not followed it, their tradition would have perished and nobody would have remembered them today because of their culture and traditional practices. അപ്പോൾ ഇവർ ഫേമസ് ആൻഡ് റെക്കഗ്നൈസബിൾ ബിക്കോസ് ഓഫ് ദെയർ ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ്. അപ്പോൾ അത് അവർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മെല്ലെ മെല്ലെ അവർ പെരിഷ് ആയിട്ടുണ്ടാവും. According to the text, their traditions can be seen in the martial traditions, religious rites and marriages. The Kodavas even wear the dress which resembles Arabs. Traditional practice also play a very important role in maintaining values. Okay, this is the most important line, you remember that. To maintain value among people and have an impact on shaping the behavior of the people. അപ്പോൾ ട്രഡീഷണൽ വാല്യൂസ് വന്ന് ഒരു ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യും. അപ്പോൾ ആ ട്രഡീഷണൽ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നമ്മളെ അഭിപ്രായം. ദാറ്റ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. How do Coorg's location, people and natural features add to the diversity of India? Coorg's location പറ്റി ഫസ്റ്റ് പറയാം. It is beautifully located and described as a piece of heaven that must have drifted away from the kingdom of God. It has rolling hillsides with a pollution-free river and forest teeming with wildlife. Here nature exists in its pristine glory, which adds to the diversity of India. Further, it has coffee and spice plantations, quite different from the rest of India. The local people, the Kodavas, are a martial race. Of course, they are well known for their hospitality, just like all Indians. All these features of Coorg add to the diversity of our country. അപ്പോൾ ഈ കൂർഗിൻ്റെ ഈ ഫീച്ചേഴ്സ് വന്ന് നമ്മളെ കൺട്രി ഭയങ്കര ഡൈവേഴ്സ് ആണെന്ന് ഒരു സ്ഥാപിക്കുകയാണ്. ഡൈവേഴ്സിറ്റി മീൻസ് വാട്ട്, യു മേ ബി ഡിഫറെൻറ്റ് ബട്ട് യു ആർ ടുഗെദർ. അപ്പോൾ ഈ കൂർഗ് പീപ്പിൾ ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം മെനി ഓഫ് us, but still they are a part of us. So we are concluding that they add to the diversity of our country. So children, do this lesson well. All the best.